ഒരു ആർക്കിടെക്റ്റ് എന്തിന് ഒരു പെയിൻറ്റിങ് കൺസൾട്ടൻറ്റിനെ സമീപിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ വീടിൻ്റെ നേരത്തെ പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അവിടെ ഐഡൻറ്റിറ്റി ആണല്ലോ വീട് എന്നുള്ളൊരു സംഭവം. അപ്പോൾ അവിടെ ഈ ഐഡൻറ്റിറ്റിയിൽ ആ ഐഡൻറ്റിറ്റി ഫുൾഫിൽ ചെയ്യാനും വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ടീമാണ് ആർക്കിടെക്ട്സ് എന്നുള്ള വിഭാഗം. അവരുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഓരോ പ്രൊജക്റ്റ് അവരുടെ ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിനെ ഏറ്റവും മനോഹരമാക്കുക എന്നുള്ളതാണ് ആർക്കിടെക്ട്സ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ അതിൻ്റെ ഈ പെയിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ 5 to 10% കോസ്റ്റും 90% വിസിബിലിറ്റിയും എന്ന് പറയുമ്പോൾ ആ വിസിബിലിറ്റി ആണ് പോലെ ഫൈനൽ ആ കാഴ്ച എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ അതിന് വ്യത്യസ്ത അവർ ഒരുപാട് കൺഫ്യൂഷൻ ആയിട്ടുള്ള സ്റ്റേജുകൾ ഉണ്ടാകും. അതായത് പറഞ്ഞ പോലെ കുട്ടി വർക്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ പെയിൻറ്റിങ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, പോളിഷിങ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, പോളിഷിങ്ങിന് ഏത് ട്രീറ്റ്മെൻറ്റാണ് ആ വീട്ടിന് ആവശ്യമുള്ളത്. എല്ലാ വീട്ടിലും ഒരേപോലെ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ അതിന് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, അതുപോലെ തന്നെ ഇതെല്ലാം ഒറ്റ ഫ്രിഡ്ജിൽ നടക്കില്ല. ഇതിങ്ങനെ ഘട്ടം ഘട്ടം ചിലപ്പോൾ നിർത്തേണ്ടി വരും. കുട്ടി വർക്ക് തുടങ്ങി നിർത്തി പോളിഷ് വാങ്ങി. അപ്പോൾ അങ്ങനെ ഇത് മെയിൻ പ്രശ്നം ഇത് എങ്ങനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രൊജക്റ്റ് എപ്പോൾ പെയിൻറ്റിങ് തുടങ്ങണം, എപ്പോൾ പോസ് ചെയ്യണം, എപ്പോൾ കണ്ടിന്യൂ ചെയ്യണം, എപ്പോൾ ഫിനിഷ് ചെയ്യണം എന്നുള്ള. അതുപോലെ തന്നെ ഇതിൻ്റെ ബഡ്ജറ്റിങ്ങിലേക്ക് എപ്പോൾ എത്ര ബഡ്ജറ്റിങ് വരും, ഇതിൻ്റെ ഡ്യൂറേഷൻ എത്ര വരും, ഇതെല്ലാം ആർക്കിടെക്ചറിനെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതിനെല്ലാം ഈ എല്ലാ മേഖലയിലും ആർക്കിടെക്ചറിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്